ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ബിഗ് ബോസിൽ അക്ബറിൻ്റെ അഗ്രസീവായിട്ടുള്ള ഗെയിമിനെ തടയാൻ പറ്റുന്ന ഒരാൾ ഷാനവാസാണ്. അതിനെക്കാട്ടിലും അഗ്രസീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ആളാണ് ഷാനവാസ്. അതുപോലെ തന്നെ അക്ബറിൻ്റെ പെരുമാറ്റങ്ങളെ മൊത്തത്തിൽ തകർത്ത് കൊണ്ട് മുമ്പോട്ട് പോകാനും നല്ല ഗെയിം കളിക്കാനും ഒക്കെ പറ്റുന്ന ആൾ ഷാനവാസ് തന്നെയാണ്. പിന്നെ അനീഷിൻ്റെ കുതന്ത്രങ്ങളെ തടയാൻ പറ്റുന്ന ആളും അനീഷിൻ്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പണി കൊടുക്കാൻ പറ്റിയ ഒരാളും ഷാനവാസ് തന്നെയാണ്. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ അനീഷ് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് ഇങ്ങനെ പറയുന്നുണ്ട്, നീ എപ്പോഴും എന്നെ മോശമായിട്ട് ഈ ഓരോ വാക്കുകൾ പറയാറുണ്ട്, മറ്റേ കഴുതയെന്നും മഴക്കരുതെന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നിട്ട് പോലും ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ എപ്പോഴും അതിലൊരു തമാശ രീതിയിൽ എടുത്തിട്ടുള്ളൂ. നിന്നെ ഞാൻ ഇതുവരെ നിന്നായിട്ട് വഴക്കുണ്ടാക്കാൻ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എനിക്ക് നിന്നായിട്ടൊരു സൗഹൃദം ആക്കാൻ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം നിൻ്റെ അടുത്തൊരു സുഹൃത്താകാൻ വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ നീ അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ അടുത്തിട്ടില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നത് കാര്യമാണ്. കാരണം അനീഷ് ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് എല്ലാവരോടും അങ്ങോട്ട് കയറി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഉടക്കാൻ വേണ്ടിയും വഴക്കുണ്ടാക്കാനും ഒക്കെയാണ് അനീഷ് നിൽക്കുന്നത്. അനീഷിൻ്റെ ആദ്യത്തെ തൊട്ടുള്ള നമ്മുടെ ബിഗ് ബോസിലെ ഫസ്റ്റത്തെ ആ ഒരു എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ അനീഷ് എന്ന് പറയുന്ന ആൾ എപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയും അതുപോലെ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ ആ ഷാനവാസിനെ കഴുതേ മലക്കരുതേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഷാനവാസും ആ ഒരു രീതിക്ക് എടുത്തിട്ടുള്ളൂ. ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ് ഷാനവാസ് ശ്രമിച്ചിട്ടുള്ളത് പലപ്പോഴും. ഷാനവാസ് അനീഷിൻ്റെ അടുത്തൊരു കൂട്ടുകൂടാൻ വേണ്ടി നോക്കുമ്പോഴൊക്കെ അനീഷ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഇങ്ങനെ അല്ലെന്ന് എനിക്കറിയാം, നിങ്ങളിത് ഗെയിം കളിക്കുവാണ്, ശരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളൊരു നല്ല മനുഷ്യരാണ്, നിങ്ങളിങ്ങനെയല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം ഷാനവാസ് ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ അനീഷ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഗെയിം കളിക്കുമല്ല, ഞാനിവിടെ ജീവിക്കുവാണ്. ഞാൻ യഥാർത്ഥമായിട്ടുള്ള എൻ്റെ സ്വഭാവം, എൻ്റെ ആ ഒരു പെരുമാറ്റം എല്ലാം ഞാൻ ഒറിജിനലായിട്ട് എൻ്റെ ജീവിതം തന്നെയാണ് ഞാനിവിടെ ജീവിച്ച് കാണിക്കുന്നതെന്ന് അനീഷ് പറയുകയാണ്. അപ്പം ഷാനവാസ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഷാനവാസ് പറയുകയാണ്, നിങ്ങളെങ്ങനെയാണെങ്കിലും ഒരു ബാങ്കിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളല്ലേ, അപ്പം നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങൾ ബാങ്കിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ബാങ്കിലുള്ള ആൾക്കാരോടൊക്കെ ദേഷ്യപ്പെട്ട് നടക്കുകയാണ്, ഒന്നും മിണ്ടത്തില്ലേ, സംസാരിക്കത്തില്ലേ എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ഷാനവാസ് ചോദിക്കുന്നത് ഒരു പോയിൻ്റാണ്, നല്ലൊരു പോയിൻ്റാണ്. കാരണം അനീഷ് ബാങ്കിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള നല്ല നല്ല പൊസിഷനിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരാളാണ്. ബാങ്കിൽ മാത്രമല്ല, അനീഷ് ഒരുപാട് രംഗങ്ങളിൽ വർക്ക് ചെയ്ത് പുറത്തുമൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഒറിജിനലായിട്ടുള്ള ലൈഫിൽ ഒരിക്കലും അനീഷ് അങ്ങനെ ആവത്തില്ല. അനീഷ് ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് നമുക്ക് ഈ ബിഗ് ബോസിൽ കൂടെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അനീഷ് നല്ലൊരു ചെറുപ്പക്കാരനാണ്. അനീഷ് ഈ കാണിക്കുന്നതൊക്കെ വെറുതെ ഒരു അഭിനയം മാത്രമാണ്. അപ്പോൾ അത് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനീഷ് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കങ്ങനെ ആരോടും ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ വന്നപ്പോൾ തൊട്ടേ എല്ലാവരും എന്നോട് ഒരു ശത്രുവിനോടെന്നുള്ള പോലെയാണ് മൈൻഡിൽ വെച്ചിട്ടാണ് പെരുമാറിയത്. എല്ലാവരുടെയും നിറം മാറുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ തന്നെ എനിക്ക് എല്ലാവരെയും മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസ് പറയുന്നത് അങ്ങനെയല്ല, നിങ്ങളൊരിക്കലും അങ്ങനെ ഒരാളല്ല, നിങ്ങളീ കാണിക്കുന്ന മൊത്തം ഒരു ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളീ കാണിക്കുന്നതെന്നാണ് ഷാനവാസ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റാണ്. കാരണം അനീഷ് ബിഗ് ബോസ് വീട്ടിൽ വന്ന ടൈമിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു വഴക്കുണ്ടാക്കുകയും അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അനീഷിന് ഒരു ഇഷ്ടം തോന്നത്തില്ല ആദ്യമേയൊക്കെ. അനീഷ് എന്താ ഈ ബിഗ് ബോസിൽ നിന്ന് പോയിരുന്നേ കൊള്ളായിരുന്നെന്ന് തോന്നിപ്പോകുന്ന അത്രയ്ക്ക് വെറുപ്പിക്കുന്ന ഒരാളായിട്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ അനീഷ് പിന്നെ മാറി വരുന്നത് നമുക്ക് കാണാം. അനീഷിൻ്റെ ഒറിജിനൽ റിയലായിട്ടുള്ള കാര്യങ്ങൾ, അനീഷിൻ്റെ കഥകൾ എല്ലാം കേട്ടപ്പം, അനീഷ് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് അനീഷിനെ കുറിച്ചൊരു ധാരണയുണ്ടായി. കാരണം അനീഷ് ഈ പെരുമാറുന്ന പോലെ ഒരാളല്ല, തികച്ചും ഈ പെരുമാറ്റം എല്ലാം വെറും അഭിനയം മാത്രമാണ്. അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി
വളരെ നല്ലൊരു മനുഷ്യനാണ്. ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ അക്ബറിനെ പോലെ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനെ പോലെ ഒന്നുമല്ല. പുള്ളിയുടെ ഓരോ പെരുമാറ്റത്തിലും ഓരോ വാക്കിലും എല്ലാം ഒരു നന്മയുണ്ട്. കാരണം പുള്ളി ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അനീഷ് പിന്നെ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. ചിലപ്പം അനീഷ് വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, സുഹൃത്ത് ബന്ധത്തിൽ സൗഹൃദത്തോടെയൊക്കെ പോയിക്കഴിഞ്ഞാൽ ചിലപ്പം അനീഷിന് മറ്റ് കണ്ടസ്റ്റൻസിനോട് ഒരു ഇത് വെച്ച് ഒരു വിധേയത്വത്തിൽ ഇതൊക്കെ ഉണ്ടാകുമല്ലോ, അതിനെന്നാ പറയുന്ന ഒരു സ്നേഹം അവരോട് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനൊരു അടിമയെ പോലെ ഒരു വിധേയത്വത്തിന് അടിമയായി പോകുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അനീഷ് ആരുമായിട്ടും ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്തത്. അല്ലെങ്കിൽ അനീഷിന് ആരുടെയെങ്കിലൊക്കെ സൗഹൃദം കാണിക്കാവുന്നതേ ഉള്ളൂ. ബിഗ് ബോസിൽ തന്നെ ആണെങ്കിലും നമ്മുടെ അക്ബറിനോടോ ഷാനവാസിനോടോ അല്ലെങ്കിൽ അനുമോളോടോ ആരോടെങ്കിലൊക്കെ അനീഷിന് ഒരു സൗഹൃദം വെക്കാം. പക്ഷേ അനീഷ് അങ്ങനെ ആരുമായിട്ടും ഒരു സൗഹൃദം കാണിക്കുന്നില്ല. കാരണം അത് അനീഷിന് പിന്നെ അതൊരു പ്രശ്നമാകും എന്ന് അനീഷ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അനീഷിൻ്റെ പെരുമാറ്റം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്കേ ഉള്ളൂ. കാരണം അനീഷ് പെരുമാറുന്ന ആ ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിടികിട്ടും. കാരണം അനീഷ് ഒരു നല്ല വ്യക്തി തന്നെയാണ്. ഷാനവാസ് അതെല്ലാം പറഞ്ഞ് കറക്റ്റ് കാര്യങ്ങളാണ് ഷാനവാസ് പറഞ്ഞ എല്ലാം പോയിൻ്റാണ്. ഒരു ബാങ്കിൽ ജോലി ചെയ്തിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നിട്ടുള്ള അനീഷ് എല്ലാവരോടും വൈരാഗ്യത്തോടെ വെറുപ്പ് കാണിച്ചിട്ടുണ്ടോന്നും അല്ലല്ലോ അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ അനീഷിന് ഒത്തിരി സുഹൃത്തുക്കൾ കാണും. അനീഷ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, ഞാൻ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാരുമായിട്ട് കൂട്ടുണ്ട്, സൗഹൃദമുണ്ട്. അവരുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് പോയൊരു വ്യക്തി തന്നെയാണ് അനീഷ്. അപ്പോൾ അനീഷിൻ്റെ ഈ പെരുമാറ്റം വെറും ഗെയിമിൻ്റെ ഭാഗം മാത്രമാണ്, ഇത് ഒറിജിനൽ അല്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. അല്ല, ഷാനവാസ് ഒരിക്കലും അനീഷിനെ കുറ്റപ്പെടുത്തിയോ അനീഷ് ഒരു മോശക്കാരനായ വ്യക്തിയാണെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അനീഷ് ഒരു മോശം വ്യക്തിയല്ല, ഒരു നന്മയുള്ള നല്ല ഒരു വ്യക്തി തന്നെയാണ് അനീഷ്. ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ് അനീഷ്. നമുക്ക് കാണുമ്പോൾ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും, ഒരു ദേഷ്യമൊക്കെ തോന്നുമായിരുന്നു ആദ്യമേ. പക്ഷേ അതെല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അനീഷിനെ കുറിച്ച് ഇപ്പം എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം. അതുപോലെ തന്നെ പുറത്തുള്ള ഓഡിയൻസിനാണേലും ഇപ്പം അനീഷിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ അനീഷിൻ്റെ ആ ഒരു രീതി അനീഷ് മാറ്റിക്കഴിഞ്ഞാൽ അനീഷ് പെർഫെക്റ്റ് ആണ്. അനീഷിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അനീഷ് നല്ലൊരു വ്യക്തിയാണ്. അനീഷ് കുറച്ചുകൂടെയൊക്കെ മാറാനുണ്ട്. അനീഷിൻ്റെ പെരുമാറ്റ രീതികൾ കുറച്ചുകൂടെയൊക്കെ വ്യത്യസ്തപ്പെടുത്താനുണ്ട്. അപ്പോൾ അതൊക്കെ വ്യത്യസ്തപ്പെടുത്തി കഴിഞ്ഞാൽ ഷാനവാസ് പറഞ്ഞ പോലെ തന്നെയാണ്, നല്ലൊരാളാണ് അനീഷ്. എന്താണേലും ബിഗ് ബോസിലെ ഇനിയുള്ള തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് അനീഷിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അല്ലാതെ നമുക്ക് ഒരാളുടെ മുഴുവൻ കാര്യം അറിയാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ ആൾ നല്ലതാണോ ചീത്തയാണോ എന്ന്. പക്ഷേ തുടക്കത്തിൽ അനീഷിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അനീഷ് ഒത്തിരി വ്യത്യാസമുണ്ട്. തുടക്കത്തിലെന്ന് പറയുമ്പം അനീഷ് ഒരു ഉടക്ക സ്വഭാവമായിരുന്നു. നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഇതെന്തൊരു സ്വഭാവം, ഒരാൾക്കാരുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മുടെ ഷാനവാസിനെ ആണെങ്കിലും ചുമ്മാ കയറി കഴുത മരക്കരുത് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നാറുണ്ട്, ഇത് എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. പലർക്കും അങ്ങനെ തോന്നിക്കാണും. അതൊക്കെ സ്വാഭാവികമായ കാര്യം തന്നെയാണ്. അതെല്ലാവർക്കും അങ്ങനെ തോന്നാം. പക്ഷേ അത് അങ്ങനെയൊക്കെ പറയുന്നത് പുള്ളിക്കാരൻ്റെ വെറും ഒരു അഭിനയം മാത്രമാണ്. യഥാർത്ഥ ജീവിതത്തിലോട് പോയിക്കഴിഞ്ഞ് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനീഷ് തികച്ചും അങ്ങനെ ഒരു വ്യക്തിയല്ല. എന്താണേലും ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനീഷിൻ്റെ പെരുമാറ്റത്തെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഷാനവാസ് ശരിക്കും ഒരാളെ ഒബ്സർവ് ചെയ്ത് അത് കറക്റ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ പറയത്തുള്ളൂ. ഷാനവാസ് പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും അത് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഷാനവാസ് വെറുതെ പറയുന്നതല്ല, അനീഷിൻ്റെ സ്വഭാവ രീതികൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഷാനവാസ് പറയുന്നത്. ഷാനവാസിന് ശരിക്കും ആഗ്രഹമുണ്ട് അനീഷുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഷാനവാസ് നോക്കുന്നുമുണ്ട്.
ഷാനവാസിന് ഒത്തിരി ഇഷ്ടമുണ്ട് അനീഷിനോടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഷാനവാസ് അനീഷിനോട് അധികം അങ്ങനെ ഉടക്കാത്തതും ഒരു ഇതായിട്ട്